പോലീസ് ഇവറ്റകളെ തല്ലി ഓടിക്കൂ. ഇന്ത്യയുടെ തന്നെ സമര തലസ്ഥാനമാണോ കേരളം എന്ന് കരുതിപ്പോകും. കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്ന സമരം കണ്ടാൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സമരം, ഒന്നും പറയാൻ കഴിയില്ല. ഉടൻ തന്നെ അടുത്ത എതിരാളികൾ അതാ വരുന്നു സമരവുമായി. ഒരു നേതാവ് ഒരു പ്രസ്താവന നടത്തും, അപ്പോൾ മറ്റൊരു നേതാവ് മറുപ്രസ്താവന നടത്തും. രണ്ട് നേതാക്കന്മാരുടെ അനുയായികൾ തമ്മിൽ സമരം. പിന്നീട് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിനെതിരെ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം, കളക്ടറേറ്റിന് മുന്നിൽ സമരം, റോഡ് തടഞ്ഞ സമരം. അങ്ങനെ സമരത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സമരം കൊണ്ട് മുരടിച്ചു പോയ സംസ്ഥാനമാണ് കേരളം. ട്രാക്ടറിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, എന്തെടുത്താലും എന്ത് പുതിയ പദ്ധതി കൊണ്ടുവന്നാലും അതിനെതിരെ സമരം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. എല്ലാവരും തുല്യ ഉത്തരവാദികളാണ്. പൗരന്മാരെ വഴിമുടക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന സമരം മൂലം നമ്മുടെ എത്ര മണിക്കൂറുകളാണ് ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്നത്. ആകെ തുച്ഛമായ ജീവിതം മാത്രമേ നമുക്കുള്ളൂ. അതിൽ നിന്ന് ഇവറ്റകൾ, ഈ രാഷ്ട്രീയ ക്രിമിനലുകൾ, അതേപോലെ തന്നെ ചില പ്രസ്ഥാന ക്രിമിനലുകൾ, അവർ ഓർക്കപ്പുറത്ത് ഹർത്താലും ബന്ധും ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ പൗരന്മാരെ ബന്ദികളാക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത്. തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർക്കറിയാം, ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടി കടന്നു പോകേണ്ടുന്ന പാട്. എന്തു പാടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കടന്നു പോകാൻ. കാരണം അവിടെ വഴി അടച്ചുകൊണ്ടാണ്, പൗരന്റെ വഴി നടക്കാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത്. മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് തൊട്ടു മുന്നിലാണ് നാട്ടുകാർക്ക് പോകാനുള്ള ആ വഴിയുള്ളത്, നടപ്പാതയുള്ളത്. ആ നടപ്പാത അടച്ചുകൊണ്ട് നൂറുകണക്കിന് സമരങ്ങളാണ് കൊല്ലങ്ങളായി, വർഷാവർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിന് മാറ്റമില്ല. നമ്മൾക്ക് നടക്കാനുള്ള ആ വഴിപ്പാതയാണ്, ആ നടപ്പാതയാണ് ഈ രാഷ്ട്രീയ ക്രിമിനലുകളും മറ്റു പല സംഘടനകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണല്ലോ കേരളം. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള നൂറുകണക്കിന് സംഘടനകൾ കാലാകാലങ്ങളായി, വർഷങ്ങളോളം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ആ നടപ്പാത കയ്യേറി സമരം ചെയ്തിരിക്കുക. നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമാണോ പ്രശ്നം? അല്ല. നമ്മളൊന്ന് യാത്ര ചെയ്തു നോക്കൂ. എത്ര ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, പള്ളിപ്പെരുന്നാളുകൾ, അങ്ങനെ തുടങ്ങി ഉത്സവ സീസൺ വരുമ്പോഴേക്കും നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ മണിക്കൂറുകളോളം റോഡിൽ കുരുങ്ങി കിടക്കുന്നു. ആകെ തുച്ഛമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്നും മണിക്കൂറുകളാണ് ഇത്തരം രാഷ്ട്രീയ ക്രിമിനലുകൾ, അല്ലെങ്കിൽ അരാഷ്ട്രീയ ക്രിമിനലുകൾ, ഇനി അതും പോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ ഉത്സവക്കാർ, ഇവരെല്ലാം കൂടി ചേർന്ന് എന്തു വന്നാലും ഈ റോഡിലേക്കാണ് ഇവർ ഇറങ്ങുന്നത്. നമ്മൾ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓരോ പരിപാടിയും നടത്തുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നു. ഇവിടുത്തെ സാധാരണ പൗരന്റെ അവകാശം സംരക്ഷിക്കാനുള്ള ഒരു വിധി വന്നിരിക്കുന്നു. നടക്കാനുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു പൗരന്റെ അവകാശമാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. നടന്നുപോയി അവന് ഭക്ഷണത്തിന്, അന്നം തേടാനുള്ള, അവന് ജീവിത ഉപാധിക്കുള്ള ഒരു മാർഗമാണ് നടത്തം. ആ നടത്തത്തിന് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു സംഘടന വിഘാതമായി നിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വാഹനത്തിന് പോലും ആ നടക്കാനുള്ള സൗകര്യത്തെ തടയാൻ കഴിയില്ല. കാരണം വാഹനങ്ങളെക്കാൾ മുൻഗണന കാൽനടക്കാരനാണ്. റോഡിൽ വാഹനങ്ങൾക്കല്ല മുൻഗണന, മറിച്ച് റോഡിൽ കാൽനടക്കാരനാണ് മുൻഗണന എന്ന് വിധിച്ചിരിക്കുകയാണ് ജസ്റ്റിസുമാരായ PS നരസിംഹയും MS സന്തൂർക്കറും. എന്താണ് ഈ ഒരു വിധിയുടെ പശ്ചാത്തലമെന്ന് നമുക്ക് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ മകനെ കൈപ്പിടിച്ചുകൊണ്ട്, 5 വയസ്സുകാരനെ കൈപ്പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നുപോയ ഒരു അച്ഛൻ, ആ അച്ഛൻ്റെ കൺമുൻപിൽ വെച്ച് ഒരു ടാങ്കർ ലോറി വന്ന് ഈ കുഞ്ഞിനെ ഇടിച്ചു കൊല്ലുന്നു. ആ അച്ഛൻ കോടതിയിൽ വാഹന ട്രിബ്യൂണലിൽ പരാതി കൊടുക്കുന്നു. 7.85 ലക്ഷം രൂപ ആ പിതാവിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു. പക്ഷേ ഹൈക്കോടതി ആ വിധി റദ്ദാക്കിക്കൊണ്ട് ഈ നഷ്ടപരിഹാര തുക 7.85 നിന്നും 4,70,000 രൂപയാക്കി കുറയ്ക്കുന്നു. ആ പിതാവ് തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി, ജീവന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, മദ്രാസ് ഹൈക്കോടതിയുടെ 4.7 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ നഷ്ടപരിഹാര തുക ഉയർത്തിക്കൊണ്ട്, ഹൈക്കോടതിയുടെ ആ ഒരു വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി 11,45,000 രൂപ ആ അച്ഛന് കൊടുത്തു. ആ കൂട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ച്, 2 അംഗ ബെഞ്ച് നിർണായകമായ ഈ ഒരു
വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നടക്കുക എന്നുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ്, ചക്രങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യൻ സഞ്ചരിക്കുന്നതിന് മുൻപ് അവൻ കാൽനടയായിട്ടാണ് യാത്ര ചെയ്തത്. അങ്ങനെ ആദിമ മനുഷ്യന്റെ ചരിത്രം മുതൽ എടുത്തു കഴിഞ്ഞാൽ അവൻ നടക്കുന്നവനാണ്. അതുകൊണ്ട് ആ നടപ്പിനെ ഒരു കാരണവശാലും തടയാൻ കഴിയില്ല, ആർക്കും തടയാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ റോഡിൽ കൂടിയുള്ള നടപ്പാത, പൗരന് വേണ്ടി പ്രത്യേകമായി നടപ്പാതകളുണ്ടല്ലോ, ഹൈവേയിൽ നമ്മൾ കാണുന്നതാണ്. ഹൈവേക്ക് ചുറ്റും 2 വരി പാത ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സൈഡിലെങ്കിലും നടക്കാനായി മാറ്റിവെച്ചിരിക്കും. പക്ഷെ അവിടൊക്കെ തന്നെ ഈ സമര ആഭാസങ്ങൾ അരങ്ങേറുന്ന നാടാണ് നമ്മുടേത്. ആ പ്രത്യേക പാത മാത്രമല്ല, പൊതു റോഡുകൾ പോലും കയ്യേറിക്കൊണ്ട് ഈ രാഷ്ട്രീയ ക്രിമിനലുകളും അതേപോലെ തന്നെ ഉത്സവക്കാരും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നു. നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. അത് അങ്ങേയറ്റത്തെ ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ റോഡിലേക്ക് ഒരാൾ ഇറങ്ങുമ്പോൾ അയാൾ കാൽനടക്കാരനാണ് എങ്കിൽ അയാൾക്കാണ് പ്രഥമ പരിഗണന, അയാൾക്കാണ് മുൻഗണന. അവിടെ ഒരു മോട്ടോർ വാഹനത്തിനോ ഇരുചക്ര വാഹനത്തിനോ അല്ലെങ്കിൽ 4 ചക്ര വാഹനത്തിനോ കാറിനോ ബസ്സിനോ ഒന്നിനുമല്ല പ്രാധാന്യം, മറിച്ച് കാൽനടക്കാരനാണ് റോഡിൽ പ്രാധാന്യം. അതുകൊണ്ട് അവൻ്റെ നടക്കാനുള്ള അവകാശത്തെ ആര് ഹനിച്ചാലും അവർക്കെതിരെ നിയമ നടപടി വേണം. അങ്ങനെ തന്നെ ആ നിയമം കർശനമാക്കണം. നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടി കടന്നു പോകാൻ കഴിയില്ല. അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ 100 കണക്കിന് സംഘടനകളാണ് ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വർഷങ്ങളായി സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടി പൗരന് നടന്നു പോകാനുള്ള ആ പാത കയ്യേറിക്കൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ ക്രിമിനലുകളും സംഘടനാ ക്രിമിനലുകളും അവിടെ പൗരന്റെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു സമരം നടക്കുമ്പോൾ പോലീസുകാർ ആദ്യം വെള്ളം ചീറ്റും, വരുണിൽ നിന്ന് വെള്ളം ചീറ്റും, പിന്നീട് ലാത്തിച്ചാർജിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇത്തരം നടപ്പാത കയ്യേറി, റോഡ് കയ്യേറി, അതാരായാലും ശരി, റോഡും നടപ്പാതയും കയ്യേറി നമ്മുടെ പൗരന്റെ സ്വാതന്ത്ര്യത്തെ, നടക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവകാശത്തെ സുപ്രീം കോടതി പറയുന്നത് പോലെ ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ അവകാശം തന്നെ, ജീവിക്കാൻ വേണ്ടിയുള്ള അതേ അവകാശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സുപ്രീം കോടതി വിധി പോലീസ് ഇവിടെ ശക്തമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അത് ആരായാലും, പള്ളിക്കമ്മിറ്റിക്കാരായാലും അമ്പല കമ്മിറ്റിക്കാരായാലും മസ്ജിദ് കമ്മിറ്റിക്കാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഏതെങ്കിലും സംഘടനയായാലും മനുഷ്യനെ വഴി തടഞ്ഞുള്ള സമരങ്ങൾ, നടപ്പാതെ മാത്രമല്ല നമ്മുടെ പൊതു റോഡുകൾ തടഞ്ഞുള്ള എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ എത്രയോ മണിക്കൂറുകൾ ആ ബസ്സിൽ കുടുങ്ങിക്കിടന്നാണ്. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ എത്രയോ മണിക്കൂറുകൾ വൈകി കാത്തു കെട്ടിക്കിടക്കുന്നു. എത്രയോ ആംബുലൻസുകൾ കുരുങ്ങിക്കിടക്കുന്നു. എത്രയോ രോഗികൾ മരിച്ചിട്ടുണ്ട്. എത്രയോ ഗുരുതരമായിട്ടുള്ള രോഗികൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ, എത്രയോ വൃദ്ധർ, എത്ര പേരാണ് വഴിയിൽ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു കടലാസ സംഘടന ഒരു കലാപോ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി തീർന്നു. ഒരു ഉപരോധം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ നടക്കാനുള്ള അവകാശം. ആ അവകാശം പുനഃസ്ഥാപിക്കുക, ആ അവകാശം നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് സുപ്രീം കോടതി. നിങ്ങൾ നടക്കൂ, നിങ്ങൾ പൗരനാണ്, നിങ്ങൾക്ക് നടക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. കാരണം നമുക്ക് ഭയമാണ്, ഒറ്റയ്ക്ക് നിന്ന് ചോദ്യം ചെയ്യാൻ ഭയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട്, സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരു സമരം പിരിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഭയമാണ്, രാഷ്ട്രീയ പാർട്ടികളെ ഭയമാണ്, ഈ സംഘടനകളെ ഭയമാണ്, ഉത്സവക്കാരെ ഭയമാണ്, പള്ളി കമ്മിറ്റിക്കാരെ ഭയമാണ്, മസ്ജിദുകാരെ ഭയമാണ്. ഇവരെയൊക്കെ തന്നെ നമ്മൾ ഭയക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ഈ അടിസ്ഥാനപരമായ നടക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും തടഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഭയം കൊണ്ടാണ്. ഇവർ നമ്മളെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കും. അതുകൊണ്ട് നമ്മൾ കാത്ത് കെട്ടിക്കിടക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. റോഡിലെങ്കിൽ റോഡിൽ അവിടെ കിടക്കുക. നടപ്പാത കയ്യേറി സമരം, റോഡ് കയ്യേറി സമരം, ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റോഡ് എന്ന് പറയുന്നത് നമ്മൾ കാൽനട യാത്രക്കാർക്കുള്ളതാണ്. കാൽനട യാത്രക്കാർ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം.
എല്ലാം അവൻ കഴിഞ്ഞേ ഉള്ളൂ. അവനെ തടയാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര പേരാണ് ഇത്തരത്തിൽ കുരുങ്ങിക്കിടക്കുന്നത്, നടക്കാൻ പോലും കഴിയാതെ എത്ര സമര ആഭാസങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പൗരനെ നടക്കാൻ പോലും അനുവദിക്കാതെയുള്ള സമരാഭാസങ്ങൾ ഇവിടെ കേരളത്തിൽ ഓരോ ജില്ലകൾ, ഓരോ താലൂക്കുകൾ, ഓരോ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര സമരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, നടക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിലില്ല. കാൽനടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ റോഡിൻ്റെ സൈഡിൽ കൂടി നടപ്പാതയുണ്ടല്ലോ, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കാനുള്ള സഞ്ചാരമുണ്ടല്ലോ, ആ സഞ്ചാരത്തിന് വേണ്ടി കാൽനടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിലില്ല. അതിനു വേണ്ടിയിട്ട് ഒരു അതോറിറ്റി രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാത്രമല്ല, ഈ വിധിയുടെ പകർപ്പുകൾ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം, റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം എന്നിവർക്ക് അയക്കാൻ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇത്രയും ഇടത്ത് ഈ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ആ സുപ്രീം കോടതി വിധി പകർപ്പെത്തും. പോലീസിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, പൗരനെ അവൻ്റെ യാത്രാ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടയുന്ന, അവനെ നടക്കാൻ അനുവദിക്കാത്ത ഇവിടുത്തെ ഈ രാഷ്ട്രീയ ക്രിമിനലുകളെ അടിച്ചോടിക്കുക എന്നത് മാത്രമാണ്. അതിന് പോലീസിന് അവകാശമുണ്ട്, അതിന് പോലീസിന് അധികാരമുണ്ട്. എത്രയോ തവണ ലാത്തി ചാർജ് നടത്തുന്നുണ്ട്. ആ ലാത്തി ചാർജുകൾ ഈ പറയുന്ന നടപ്പാതകൾ കയ്യേറി സമരം നടത്തുന്നവർക്കെതിരെ നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, നടക്കാനുള്ള അവകാശം അവന് തിരികെ കൊടുക്കുക, അത് പോലീസിന്റെ കടമയാണ്. സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വിധി കേരളത്തിലാണ് ആദ്യമായി നടപ്പിലാക്കേണ്ടത്. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങളും സമര ആഭാസങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ നടക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ആ ഒരു അവകാശത്തെ ഹനിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ പോലീസ് ആരാണോ ഈ റോഡ് കയ്യേറി സമരം ചെയ്യുന്നത്, നടപ്പാത കയ്യേറി സമരം ചെയ്യുന്നത്, അവരെ അടിച്ചോടിക്കുക തന്നെ വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.